السلام عليكم ورحمة الله أيها الطلاب الأحبة മർഹബൻ ബിക്കും ഇലാ സുഫിൻ ജദീദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ 3ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠം അല്ലേ ഏതായിരുന്നു, തിഫ്ലത്തുൻ കൽ ഫറാഷ എന്നുള്ള പാഠഭാഗവും അതിലെ ആക്ടിവിറ്റീസുകളുമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ഈ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായിട്ടുള്ള നജ്മുൽ ഹിന്ദ് എന്നുള്ള പാഠഭാഗമാണ് ഇന്നെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ചിത്രം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നജ്മുൽ ഹിന്ദ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്ത്യയുടെ നക്ഷത്രം എന്നാണ്. നജ്മു എന്ന് പറയുന്ന നക്ഷത്രം, അൽ ഹിന്ദ് ഇന്ത്യയുടെ നക്ഷത്രം എന്നാണ് അല്ലേ. ഒരു പത്ര റിപ്പോർട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അർ റജ എന്ന് പറയുന്ന ഒരു പത്രത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. അവിടെ പത്രത്തിൻ്റെ പേരും അതുപോലെ തന്നെ അതും 1997 പബ്ലിഷ് ചെയ്യുന്നത്. ഡിസംബർ 5 ഇന്ത്യയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിനു മുമ്പായിട്ട് ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്, നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് നമുക്ക് നമ്മുടെ പാഠഭാഗം എടുക്കാം കേട്ടോ. കൽപ്പന ചൗള ആകാശത്തെ കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത. കൽപ്പന ചൗള ഇന്ത്യയുടെ ആദ്യ വനിതാ ബഹിരാകാശ യാത്രികയും അനേകം പെൺകുട്ടികൾക്ക് പ്രചോദനമായ മഹത്തായ വ്യക്തിത്വവുമാണ്. അവൾ 1962 ഹരിയാനയിലെ കർണാലിൽ ജനിച്ചു. ചെറുപ്പം മുതൽ തന്നെ ആകാശത്തോടും നക്ഷത്രങ്ങളോടും അത്യന്തം ആകർഷിതയായിരുന്നു. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം അമേരിക്കയിലേക്ക് പോയി നാസയിൽ ചേർന്നു. 1997 കൊളംബിയ സ്പേസ് ഷട്ടിൽ മിഷനിലൂടെ അവൾ ആദ്യമായി ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്തു. അത് ഇന്ത്യക്ക് അഭിമാന നിമിഷമായിരുന്നു. പിന്നീട് 2003 2ാം യാത്രയ്ക്കിടെ കൊളംബിയ ഷട്ടിൽ ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ തകർന്നു വീണ് അവൾക്കും കൂട്ടാളികൾക്കും ജീവൻ നഷ്ടപ്പെട്ടു. അവളുടെ ചെറുകാല ജീവിതമെങ്കിലും അത്ഭുതകരമായ നേട്ടങ്ങളാൽ നിറഞ്ഞതാണ്. കൽപ്പന ചൗള നമ്മെ പഠിപ്പിച്ചത് സ്വപ്നം കാണൂ, അതിനായി ധൈര്യത്തോടെ മുന്നോട്ട് പോകൂ എന്നതാണ്. അവളുടെ പേര് ഇന്നും ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രമായി നിലനിൽക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മളിന്ന് ആരെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് എന്ന് അല്ലേ. ആരെക്കുറിച്ചാണ്? കൽപ്പന ചൗള അല്ലേ. ആരാണ് കൽപ്പന ചൗള എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്താണ് നമ്മുടെ പാഠഭാഗത്തിൽ പറയുന്നത് എന്ന് നോക്കൂ. അൽ ഹിന്ദു ഫീ ഖിമ്മത്തിൽ ഫറഹ്. അൽ ഹിന്ദു ഇന്ത്യ ഫീ ഖിമ്മത്തിൽ ഫറഹ്. ഖിമ്മത്തിൽ ഫറഹ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ അങ്ങേയറ്റത്തെ എന്നാണ് കേട്ടോ. ഖിമ്മത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉച്ചിയിൽ എന്നാണ്. അതിൻ്റെ ഒരു ടോപ്പ് ലെവലുണ്ടല്ലോ, അതിനാണ് ഖിമ്മത്ത് എന്ന് പറയുന്നത്. ഫറഹ് എന്ന് പറഞ്ഞാൽ സന്തോഷം. സന്തോഷത്തിൻ്റെ ആ ഒരു ടോപ്പ് ലെവലിലാണ് ഇന്ത്യ എന്നാണ്. കൽപ്പന ചൗള തഊദു ഇലൽ അർളി. കൽപ്പന ചൗള തഊദു എന്ന് പറഞ്ഞാൽ മടങ്ങുന്നു എന്നാണ്. ഇലൽ അർളി ഭൂമിയിലേക്ക് തന്നെ മടങ്ങുന്നു. ന്യൂഡൽഹി അൽഹാമിസ് ഡിസംബർ 1997 മീലാദിയ. ഡിസംബർ 5 1997. ആദത്തെ കൽപ്പന ചൗള ബിസലാമിൻ ഇലൽ അർളി ബഅദ റിഹ്ലത്തിൻ നാജിഹ അലാമത്തിൻ മക്കൂക്കി അൽഫലാഇ കൊളംബിയ. എന്താണ് പറയുന്നത്? ആദത്ത് കൽപ്പന ചൗള മടങ്ങി, ബിസലാമിൻ സമാധാനപൂർവ്വമായിക്കൊണ്ട് സുരക്ഷിതയായിക്കൊണ്ട് മടങ്ങിയിട്ടുണ്ട്. ഇലൽ അർളി ഭൂമിയിലേക്ക്. ബഅദ റിഹ്ലത്തിൻ യാത്രയ്ക്ക് ശേഷം. റിഹ്ലത്ത് എന്ന് പറഞ്ഞാൽ യാത്ര എന്നാണ്. യാത്രയ്ക്ക് ശേഷം. നാജിഹത്തിൻ വിജയകരമായിട്ടുള്ള യാത്രയ്ക്ക് ശേഷം. അല മത്തിനി മക്കൂക്കിൽ ഫലാഇ കൊളംബിയ. മത്തിനി മക്കോക്കിൽ ഫല എന്ന് പറഞ്ഞാൽ ബഹിരാകാശ പേടകം എന്നാണ് കേട്ടോ. കൊളംബിയോ ബഹിരാകാശ പേടകത്തിലെ വിജയകരമായിട്ടുള്ള യാത്രയ്ക്ക് ശേഷം കൽപ്പന ചൗള ഭൂമിയിലേക്ക് സുരക്ഷിതയായിക്കൊണ്ട് മടങ്ങി എന്നാണ്. വഹിയ അവ്വലുംറഅത്തിൻ ദാതു അസ്ലിൻ ഹിന്ദിയിൻ തുസാഫിറു ഇലൽ ഫലാ. വഹിയ അവൾ അഥവാ കൽപ്പന ചൗള അവ്വലുംറഅത്തിൻ ആദ്യത്തെ വനിതയാകുന്നു, ആദ്യത്തെ സ്ത്രീയാകുന്നു എന്നാണ്. ദാതു അസ്ലിൻ ഹിന്ദിയിൻ ഇന്ത്യക്കാരിയായിട്ടുള്ള ആദ്യ വനിതയാകുന്നു. തുസാഫിറു ഇലൽ ഫലാഇ അതായത് ബഹിരാകാശത്തേക്ക് യാത്ര പോയ ആദ്യ ഇന്ത്യൻ വനിത ബഹിരാകാശ യാത്രികയാണ് കൽപ്പന ചൗള എന്നാണ്. ഇസ്തമറത്തി റിഹ്ല അവരുടെ യാത്ര. ഇസ്തമറ എന്ന് പറഞ്ഞാൽ അത് തുടർന്നു എന്നാണ്. 16 യൗമൻ 16 ദിവസത്തോളം അത് തുടർന്നിട്ടുണ്ടായിരുന്നു. സഅദത്ത് കൽപ്പന സഹായിച്ചു. സഅദ എന്ന് പറഞ്ഞാൽ സഹായിച്ചു എന്നാണ്. ഫി ഇർസാലി അഖ്മാരി സിനാഇയ ഇലൽ ഫലാഇ
ഫലാഇ, അതായത് ബഹിരാകാശത്തേക്ക് എന്താണ് ഇർസാൽ എന്ന് പറഞ്ഞാൽ അയക്കുക എന്നാണ് കേട്ടോ. അഖ്മാർ സിനാഇയ എന്ന് പറഞ്ഞാൽ കൃത്രിമ ഉപഗ്രഹങ്ങളാണ്. ഫി ഇർസാലി അഖ്മാർ സിനാഇയ, കൃത്രിമ ഉപഗ്രഹങ്ങളൊക്കെ അയക്കുവാൻ സഹായിച്ചു. ഇലൽ ഫലാഇ, ബഹിരാകാശത്തേക്ക്. ഇൻദമ ആദത്ത് ഇലൽ അർള്, അങ്ങനെ അവർ ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ, ഇൻദമ ആദത്ത് അവർ മടങ്ങുമ്പോൾ, ഇലൽ അർളി ഭൂമിയിലേക്ക്. ഇഹ്തഫലന്നാസു ബി ഇൻജാസിഹൽ കബീർ, ഇഹ്തഫലന്നാസു ആളുകളൊക്കെ എന്ത് ചെയ്തു, ഇഹ്തഫല ആളുകളെല്ലാവരും തന്നെ അത് ആഘോഷിച്ചു എന്നാണ്. ബി ഇൻജാസിഹ അവളുടെ നേട്ടത്തിൽ, അൽ കബീർ അവളുടെ ഒരു വലിയ നേട്ടത്തിൽ, ആ ഒരു നേട്ടം കാരണത്താൽ ആളുകളൊക്കെ അത് ആഘോഷിക്കുകയും ചെയ്തു. അങ്ങനെ അസ്ബഹത്ത് കൽപ്പന ആയിത്തീർന്നു. മസ്ദറൽ ഇഹ്തിമാമിൽ കസീരീൻ, ധാരാളം ആളുകളുടെ ഒരു ശ്രദ്ധ കേന്ദ്രമായി തീർന്നു എന്നാണ്. മസ്ദർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സോയ്സ് എന്നാണ്. ഇഹ്തിമാം എന്ന് പറഞ്ഞാൽ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നാണ്. അതായത് ആളുകളുടെ എല്ലാം ഒരു പ്രാധാന്യം ലഭിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവർ മാറി എന്നാണ്. ഖാസത്തൻ പ്രത്യേകിച്ചും, ലിൽ ഫതയാത്തി ആരുടെ, പെൺകുട്ടികളുടെ, യുവതികളായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമായിട്ട് അവർ മാറി എന്നാണ് പറയുന്നത്. ലി അന്നഹ കാരണം അവൾ, അൽഹറത്ത് അന്നൽ അമലൽ ജാദ യുഹഖിഖുൽ അഹ്ലാമൽ കബീറ, ലി അന്നഹ അൽഹറത്ത് അവൾ പ്രകടമാക്കിയിട്ടുണ്ട്, അവൾ വെളിവാക്കിയിട്ടുണ്ട് എന്നാണ്. അന്നൽ അമലൽ ജാദ നിരന്തര പരിശ്രമം കൊണ്ടുള്ള ഫലങ്ങൾ, അഥവാ നന്നായി പരിശ്രമിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾ, അതിലൂടെ എന്താണ്, യുഹഖിഖു യാഥാർത്ഥ്യമാക്കി തീർക്കുന്നുണ്ട്. അൽ അഹ്ലാമൽ കബീറ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കി തീർക്കാമെന്ന് അവൾ പ്രകടമാക്കിയിട്ടുണ്ട്, അവൾ വെളിവാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദറസത്ത് ഹന്ദസത്ത് തൈറാന, അവൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത് ഫി കുല്ലിയത്തി പഞ്ചാബിൽ ഹന്ദസ, അതായത് പഞ്ചാബിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നായിരുന്നു എയറോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായതിൽ പഠിച്ചത് എന്നാണ്. ബഅദ ഹുസൂലിഹ അത് ലഭിച്ചതിന് ശേഷം, അത് കരസ്ഥമാക്കിയതിന് ശേഷം, ബഅദ ഹുസൂലിഹ അലാ ദറജത്തിൽ ബക്കാലൂരിയൂസ്, അതായത് അവളുടെ ഡിഗ്രി അവൾ കംപ്ലീറ്റ് ആക്കിയത് കരസ്ഥമാക്കിയതിന് ശേഷം, ഇൻതഖലത്ത് അവൾ പോയി, ഇല അമേരിക്കയിലേക്ക് പോയി, ലി മുതാബഅത്തി തുടരുന്നതിന് വേണ്ടിയിട്ട്, അഥവാ കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ദിറാസത്തിഹ അൽ ഉൽയ അവളുടെ ആ ഒരു ഹയർ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് അവൾ എങ്ങോട്ട് പോയി, അമേരിക്കയിലേക്ക് പോയി എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് പാഠഭാഗത്തിൽ വന്നിട്ടുള്ളത്. ഇനി ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. നുറാജിയ ഉന്നസ വനുജീബു, നമുക്കൊരു പാഠഭാഗത്തിലേക്ക് മടങ്ങാം, എന്നിട്ട് ഉത്തരം എഴുതാം എന്നാണ്. മത്ത ആദത്ത് കൽപ്പന ചൗള മിനൽ ഫലാഇ, എപ്പോഴാണ് കൽപ്പന ചൗള ആ ബഹിരാകാശത്തിൽ നിന്നും മടങ്ങിയത് എന്നാണ്. എപ്പോഴായിരുന്നു, എന്താണ് നമ്മുടെ പാഠഭാഗത്തിൽ വന്നിട്ടുള്ളത് എന്ന് നോക്കൂ. ഫസ്റ്റ് വരിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അൽഹാമിസ് ഡിസംബർ 1997 മീലാദിയ, ആദ്യത്തെ കൽപ്പന ചൗള ബിസലാമിൻ ഇലൽ അർള്, അല്ലേ. 1997 ഡിസംബർ 5-നാണ് കൽപ്പന ചൗള എന്ത് ചെയ്യുന്നത്, സുരക്ഷിതയായിക്കൊണ്ട് ഭൂമിയിലേക്ക് മടങ്ങുന്നത്. അതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഐന ദറസത്ത് ഹന്ദസത്ത് തൊയ്റാൻ, അവൾ എവിടെ നിന്നാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത് എന്നാണ്. എവിടെ നിന്നായിരുന്നു? പഞ്ചാബിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് അവൾ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. എവിടെയാണത് വന്നിട്ടുള്ളത് എന്ന് നോക്കൂ. ഇതാ ഇവിടെ, ദറസത്ത് ഹന്ദസത്ത് തൊയ്റാൻ ഫി കുല്ലിയത്തി പഞ്ചാബ് ലിൽ ഹന്ദസ, അല്ലെ, പഞ്ചാബിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് അവൾ അവളുടെ ഒരു എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയത് എന്നാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. കം യൗമൻ ഇസ്തമറത്തി റിഹ്ല, അവരുടെ ആ ഒരു യാത്ര എത്ര ദിവസമാണ് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നത് എന്നാണ്. എത്ര ദിവസമായിരുന്നു? 16 ദിവസമായിരുന്നു ആ ഒരു യാത്ര നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നത്, അല്ലേ. ഇതാ ഇവിടെ നോക്ക്, ഇസ്തമറത്തി റിഹ്ല 16 യൗമൻ എന്നാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. അടുത്ത ചോദ്യം നോക്കൂ. മൻഹിയ, ആരാണ് അവ്വലു റായിദത്തിൻ ഫലാഇയ, ആദ്യത്തെ ബഹിരാകാശ യാത്രികയായിട്ടുള്ള, ധാതു അസ്ലിൻ ഹിന്ദി, ഇന്ത്യക്കാരിയായിട്ടുള്ള ആദ്യ ബഹിരാകാശ യാത്രികയായിട്ടുള്ള സ്ത്രീ ആരാണ് എന്നാണ്. ആരാണ്, എന്താണ് ഉത്തരം എഴുതേണ്ടത്? കൽപ്പന ചൗള എന്നാണ്, അല്ലേ. പിന്നെ അടുത്ത ചോദ്യം നോക്കൂ. ഫി ഐ മർക്കബിൻ, ഏത് വാഹനത്തിലാണ് സാഫറത്ത് ഇലൽ ഫലാഇ, അവർ ബഹിരാകാശത്തേക്ക് പോയത് ഏത് വാഹനത്തിലായിരുന്നു എന്നാണ്. കൊളംബിയ
ബഹിരാകാശ വാഹനം, അതാണ് ഉത്തരമായിട്ട് എഴുതുന്നത്. കൊളംബിയ ബഹിരാകാശ പേടകമാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം നമുക്ക്. നോക്കൂ, അലാമത്തിനി മക്കൂക്കിൽ ഫലാഇ കൊളംബിയ, അതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത് കേട്ടോ. അവസാനത്തെ ചോദ്യം നോക്കൂ. ഇല ഐനൻ തക്കലത്തിന് ദിറാസത്തിൽ ഉല്യ, എങ്ങോട്ടാണ് അവർ അവരുടെ ഒരു ഹയർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോയത് എന്നാണ്. എങ്ങോട്ടായിരുന്നു? ഇല അമേരിക്ക, അല്ലെ അമേരിക്കയിലേക്കാണ് അവർ അവരുടെ ഡിഗ്രി പൂർത്തിയാക്കിയതിന് ശേഷം ഹയർ ക്വാളിഫിക്കേഷനൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. എങ്ങോട്ടാണ്? അമേരിക്കയിലേക്കാണ്. അപ്പോൾ ഇല അമേരിക്ക എന്നാണ് അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. നോക്കൂ, അടുത്ത ചോദ്യം എന്താണെന്ന്. നബ്ഹസു അൻ സയ്യിദത്തിൻ ബാരിസത്തിൻ വനുഇദു മുദക്കിറത്തും ബി മുസാഅദത്തിൽ മുദരിസി വ ഇൻ്റർനെറ്റ്. അതായത് നബ്ഹസു നമുക്ക് തിരയാമെന്നാണ്. അൻ സയ്യിദത്തിൻ ബാരിസത്തിൻ, ഈ ഒരു പ്രഗത്ഭയായിട്ടുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം, അവരെക്കുറിച്ച് തിരയാം. വനുഇദു, എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം. മുദക്കിറത്തൻ, ഒരു കുറിപ്പ് തയ്യാറാക്കുവാനാണ്. ബി മുസാഅദത്തിൽ മുദരിസി വ ഇൻ്റർനെറ്റ്, അധ്യാപകൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും എല്ലാം സഹായത്തോട് കൂടിയിട്ട് കൽപ്പന ചൗളയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുവാനാണ്. അവരെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് ടീച്ചറോട് കൊടുക്കുന്നുണ്ട്. നോക്കൂ, കൽപ്പന ചൗള റായിദത്തുൻ ഫലാഇൽ ഹിന്ദിയ മഷ്ഹൂറ. അതായത് കൽപ്പന ചൗള ആരായിരുന്നു? പ്രസിദ്ധയായിട്ടുള്ള ഇന്ത്യൻ ബഹിരാകാശ യാത്രികയായിരുന്നു എന്നാണ്. ഉലിദത്ത്, അവൾ ജനിച്ചത് ഫി വിലായത്തി ഹരിയാന, ഹരിയാന സംസ്ഥാനത്താണ് അവൾ ജനിച്ചത്. ഫിൽ ഹിന്ദി, ഇന്ത്യയിലെ ഹരിയാനയിലാണ് അവൾ ജനിച്ചത്. സന അൽഫും വ തിസ്സുമിഅ വ ഇത്ന വ സിത്തീന മീലാദിയ, 1962 ഇന്ത്യയിലെ ഹരിയാനയിലാണ് കൽപ്പന ചൗള ജനിച്ചത് എന്നാണ്. കാനത്ത് തുഹിബു തൊയ്റാന, അവൾ ചെറുപ്പകാലത്ത് തന്നെ നക്ഷത്രങ്ങളെയും വിമാനങ്ങളെയുമെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ്. ദറസത്തിൽ ഹന്തസ അൽ ജവ്വിയ, അങ്ങനെ അവൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. വസാഫറത്ത് ഇല അമേരിക്ക, അങ്ങനെ അമേരിക്കയിലേക്ക് യാത്ര പോയി. ലി താമല ഫി വകാലത്തി നാസ, നാസ ഏജൻസിയിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൾ അമേരിക്കയിലേക്ക് പോയി എന്നാണ്. ഫി സന അൽഫുമത്തിസുമിഅ വസബഉം വതിസ്ഈന മീലാദിയ സാഫറത്ത് ഇലൽ ഫലാഇ അലാ മക്കൂക്കിൽ ഫലാഇ കൊളംബിയോ, 1997 കൊളംബിയോ ബഹിരാകാശ പേടകത്തിൽ അവൾ ബഹിരാകാശത്തേക്ക് യാത്ര പോയി. വലാക്കിൻ, പക്ഷേ ഫിരിഹിലത്തി സാനിയ സന അൽഫൈൻ വസലാസു മീലാദിയ, അവളുടെ രണ്ടാമത്തെ യാത്രയായിട്ടുള്ള 2003 അവളുടെ രണ്ടാമത്തെ യാത്രയിൽ തഹത്തമൽ മക്കൂക്കു, അവരുടെ ആ ഒരു ബഹിരാകാശ വാഹനം അത് തകർന്നു. മാറ്ററ്റ് കൽപ്പന ചൗള മരണപ്പെട്ടു. മാസുമല ഇഹ, അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ കൂടെ അവളും മരണപ്പെട്ടു എന്നാണ്. കാനത്ത് ഷുജാഅത്തൻ വ മഹ്ബൂബത്തൻ, അവൾ ആരായിരുന്നു? ധീരയായിരുന്നു, അതുപോലെ തന്നെ എല്ലാവരാലും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു എന്നാണ്. വഹിയ, അവൾ ആയിരുന്നു മിസാലുല്ലിക്കുല്ലി മൻ യഹ്ലമു ബിൻ നജാഹി, വിജയം സ്വപ്നം കാണുന്ന ആളുകൾക്കുള്ള ഒരു ഉദാഹരണമായിരുന്നു, ഒരു മിസാലായിരുന്നു, മാതൃകയായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ അല്ലമത്തിന കൽപ്പന ചൗള നമ്മെ പഠിപ്പിച്ചു. അന്നഹിലുമ, സ്വപ്നം കാണുവാനും, വന അമല ബിജിദ്ദിൻ, നന്നായി പരിശ്രമിക്കുവാനും, ലി തഹ്ഖീഖി അഹ്ലാമിന, നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായി പരിശ്രമിക്കുവാനും അവർ നമ്മെ പഠിപ്പിച്ചു എന്നാണ്. ഇതാണ് കൽപ്പന ചൗളയുടെ ഒരു ചെറിയ മുദക്കിറ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ്, അടുത്ത അൻഷിത എന്താണെന്ന് നോക്കാം. നുനാഖിഷു ഹൗല സയ്യിദാത്തിൽ മഷ്ഹൂറാത്തി ഫി മുഖ്തലിഫിൽ മജാലാത്തി വനുഇദ്ദുൽ ജദ്വല, അതായത് നുനാഖിഷ്, നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നാണ്. ഹൗല സയ്യിദാത്തിൽ മഷ്ഹൂറാത്ത്, പ്രസിദ്ധയായിട്ടുള്ള അല്ലെങ്കിൽ പ്രസിദ്ധരായി തീർന്നിട്ടുള്ളതായ വനിതകളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ്. ഫി മുഖ്തലിഫിൽ മജാലാത്തി, വ്യത്യസ്ത മേഖലകളിൽ പ്രശസ്തരായി തീർന്നിട്ടുള്ള വനിതകളെക്കുറിച്ച് ചർച്ച ചെയ്യുക. വനുഇദ്ദുൽ ജദ്വല, എന്നിട്ടൊരു പട്ടിക തയ്യാറാക്കുവാനാണ് കേട്ടോ. അവിടെ കൊടുത്തു നോക്കൂ. അൽ ഇസ്മ്, അവരുടെ പേര്, അതുപോലെ തന്നെ അൽ മജാൽ, ഏത് മേഖലയിലാണ് അവർ പ്രസിദ്ധരായി തീർന്നിട്ടുള്ളത്. അൽ ജിൻസിയത്ത്, അവരുടെ നാഷണാലിറ്റി. അപ്പോൾ ഈ രൂപത്തിൽ വേണം നിങ്ങൾ പട്ടിക പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട്. നമുക്കവിടെ ഒരു പ്രസിദ്ധയായിട്ടുള്ളൊരു വനിതയെ കൊടുത്തിട്ടുണ്ട്. ആരാണെന്ന് നോക്കൂ. കമല സുരയ്യ, അല്ലേ? കമല സുരയ്യ ആരായിരുന്നു? നമുക്കറിയാം, ഒരു എഴുത്തുകാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മേഖല എന്ന് പറയുന്നത് ഏതാണ്? അൽ അദബ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, സാഹിത്യം. അതുപോലെ തന്നെ അൽ ജിൻസിയത്ത് എന്ന് പറഞ്ഞാൽ നാഷണാലിറ്റി, ഏത് രാജ്യക്കാരിയാണ് എന്നാണ്. അൽ ഹിന്ദിയ,
ഇന്ത്യക്കാരിയാണ് കമല സുരയ്യ. ഈ രൂപത്തിൽ മറ്റുള്ള സ്ത്രീകളെയും കണ്ടെത്തിയിട്ട് നിങ്ങൾ എഴുതാണ് വേണ്ടത്. നമുക്കൊന്ന് എഴുതി നോക്കാം. നോക്കൂ, ടീച്ചർ ആദ്യം കൊടുക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ആരായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. രാജീവ് ഗാന്ധിയുടെ അമ്മ, അല്ലെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അവർ. അപ്പോൾ നമുക്കത് കൊടുക്കാം. ടീച്ചർ ഇവിടെ കൊടുത്ത് നോക്കൂ. അൽ ഇസ്മ എന്നുള്ളിടത്ത് നമുക്ക് ഇന്ദിരാഗാന്ധി എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ അൽ മജാൽ എന്നുള്ളിടത്ത് ഏത് മേഖലയിലാണ്? അപ്പോൾ രാഷ്ട്രീയ മേഖലയിലാണ്. അപ്പോൾ നമുക്കവിടെ അസിയാസിയ എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ അൽ ജിൻസിയത്ത്, അവരുടെ നാഷണാലിറ്റി എന്ന് പറയുന്നത് ഏതാണ്? അൽ ഹിന്ദിയ. അടുത്ത് നോക്കൂ, മലാല യൂസുഫ്സായി ആണ് ടീച്ചർ കൊടുത്തിട്ടുള്ളത്. അവർ ഏത് മേഖലയിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്? താലീം, അല്ലെ, വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കണം, ആ ഒരു പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ മുന്നോട്ട് വരണം എന്നൊക്കെയുള്ളൊരു ആശയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ആക്ടിവിസ്റ്റാണ് അവർ, അല്ലേ. നൊബേൽ സമ്മാനമൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അവർ. ഏത് രാജ്യക്കാരിയാണ്? പാകിസ്ഥാൻകാരിയാണ് കേട്ടോ. അപ്പം ആ രൂപത്തിലാണ് എഴുതേണ്ടത്. അടുത്തതായി ടീച്ചർ കൊടുത്തിട്ടുള്ള സാനിയ മിർസയാണ് കേട്ടോ. സാനിയ മിർസയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ലാഇബത്തു ടെന്നീസാണ്, ടെന്നീസ് കളിക്കാരിയാണ്, ഇന്ത്യക്കാരിയായിട്ടുള്ള ടെന്നീസ് കളിക്കാരിയാണ് സാനിയ മിർസ, അല്ലേ. ആ ഒരു കളിയിൽ പ്രശസ്തയായിട്ടുള്ള, പ്രഗത്ഭയായിട്ടുള്ള, അറിയപ്പെട്ടൊരു വ്യക്തിത്വമാണ് അവർ. അപ്പോൾ നമുക്കവിടെ സാനിയ മിർസ എന്ന് കൊടുക്കാം. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന പ്രസിദ്ധരായിട്ടുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ അവർ ഏത് മേഖലയിലാണ് പ്രസിദ്ധരായി തീർന്നിട്ടുള്ളത്, അവരുടെ നാഷണാലിറ്റി ഏതാണ്, ആ രൂപത്തിലാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നാണ് വിശ്വസിക്കുന്നത്. ഇന്നടുത്ത ഭാഗത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാൻ മടിക്കേണ്ട. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.